പാർലമെന്റിൽ അംബേദ്കർ പരാമർശം ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കൂട്ടായ തീരുമാനം. ഇന്നലത്തെ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായി, ഇന്നലത്തെ അനിഷ്ട സംഭവങ്ങളുടെ തുടർച്ചയായി ഇന്ന് പാർലമെന്റിൽ എന്ത് സംഭവിക്കുന്ന വലിയ ആകാംക്ഷയാണ്. ഇന്ത്യ സഖ്യ എംപിമാർ വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാണിക്കൻ ടാഗോർ എംപിയാണ് നോട്ടീസ് നൽകിയത്. അതേസമയം അമിത്ഷായുടെ പ്രസംഗം വളച്ചൊടിച്ചു എന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. ഭരണപക്ഷം സ്പീക്കർക്ക് നിഷികാന്ത് ദുബെ എംപിയാണ് കത്ത് നൽകിയത്. അങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളും പരാതിക്ക് മറുപരാതിയും ഒക്കെയായി പാർലമെന്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ചൂടേറിയ ചർച്ചകൾക്ക് വഴിമരുന്നിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തോന്നുന്നു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിജയ് ചൌക്കിൽ നിന്ന് പ്രതിഷേധ പരിപാടി തുടങ്ങുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, നോക്കൂ, ഇപ്പോൾ വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എല്ലാ പ്രതിഷേധങ്ങളും വിലക്കിയിട്ടുള്ള സമയമാണ്. നമ്മൾ കർഷക മാർച്ചിന്റെ സമയത്ത്, പൗരത്വ പ്രശ്നത്തിന്റെ സമയത്ത്, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് വന്ന സമയത്തൊക്കെ അവിടെ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പ്രതിഷേധത്തോട് പോലീസ് നിലപാട് എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ ദിനം തന്നെ. തീർച്ചയായിട്ടും ഈ വിജയ് ചൌക്കിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന് പറയുന്നത് മീറ്ററുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മീറ്ററുകൾ താണ്ടാൻ വേണ്ടി സാധിക്കുമോ, മീറ്ററുകൾ താണ്ടാൻ വേണ്ടി ഈ കോൺഗ്രസ് നേതാക്കളെ, ഇന്ത്യ സഖ്യ നേതാക്കളെ അനുവദിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇതിനോടകം തന്നെ വിജയ് ചൌക്കിന്റെ സമീപത്ത് തന്നെ, ആ പാർലമെന്റ് മന്ദിരത്തിന് തൊട്ട് സമീപത്ത് തന്നെ ഈ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ട്. KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ അടക്കമുള്ള എംപിമാർ, ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർ ഇവിടെ വിജയ് ചൌക്കിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പാർലമെന്റ് ുള്ള മാർച്ച് ആരംഭിക്കും. ET മുഹമ്മദ് ബഷീറാണ് വരുന്നത്. എന്താണ് നടന്നു പോലീസ് തടയുന്ന പറയുന്നത്? അത് നോക്കാം. അവിടെ ഞങ്ങൾ അവിടെ മടങ്ങുവാൻ തടസ്സങ്ങൾ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പരിപാടിയൊന്നുമില്ല. അകത്ത് വിലക്കിയിട്ടുണ്ട്. അതില്ല, ശരി. ഞങ്ങൾ നിയമപരമായിട്ടുള്ള പ്രതിഷേധം ചെയ്യുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഇപ്പോൾ അവർക്ക് എന്തോ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരെന്തെല്ലാം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ അധികാരത്തിൽ പോലും ഇറക്കിയില്ല ഒരു ഘട്ടത്തിൽ. എങ്ങനെ കൃത്യമായിട്ട് രേഖയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ സാഹസമാണ്. അവരെന്തും ചെയ്യാൻ മടിക്കാത്ത വിധത്തിലാണ്. തീർച്ചയായിട്ടും എന്തായാലും നേതാക്കൾ ഇവരുമായിട്ട് ഞങ്ങൾ യോജിച്ച് നിന്നുകൊണ്ട് ഇത്തരം കാര്യത്തിൽ ശക്തമായിട്ട് പ്രക്ഷോഭം ഉയർത്തും. ഇനിയിപ്പോൾ പാർലമെന്റ് കഴിഞ്ഞാൽ തന്നെ ET മുഹമ്മദ് ബഷീർ MP സംസാരിക്കുകയായിരുന്നു. പാർലമെന്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് തുടങ്ങാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്നും പ്രതിഷേധ പരിപാടികൾ അവിടെ ഇന്ത്യ സഖ്യം ആലോചിച്ചിരിക്കുന്നത്. എംപിമാർ ഓരോരുത്തരായി എത്തുകയാണ്. ET മുഹമ്മദ് ബഷീർ സംസാരിക്കുന്നു. അത് ഏതായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു യോജിപ്പിന്റെ അന്തരീക്ഷം കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ അംബേദ്കറുമായി ബന്ധപ്പെട്ട അമിത്ഷായുടെ വിവാദ പരാമർശം, അല്ലെ, ആ യോജിപ്പ് ഇന്നത്തെ ആ പ്രതിഷേധത്തിലും പ്രകടമായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ മുന്നണിക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസം BJPക്ക് വരുമ്പോഴാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് സാധാരണ അങ്ങനെ ഒരു പരാമർശം വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തെ ഗുണം ചെയ്യുന്ന തരത്തിൽ, അവരെ ഒന്നിച്ച് നിർത്തുന്ന തരത്തിൽ ആ പരാമർശം അംബേദ്കർ 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 എന്ന് പറയുന്ന ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഈശ്വരനെ വിളിക്കുകയാണ് ഈ സമയത്തെങ്കിൽ സ്വർഗത്തിലൊരു സ്ഥാനം കിട്ടുമായിരുന്നു എന്നൊരു പരാമർശം, അംബേദ്കർ വിരുദ്ധ പരാമർശം എന്ന നിലയ്ക്ക് രാജ്യമെമ്പാടും അലയടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. നമുക്കറിയാം അംബേദ്കറിനെ തൊട്ട് കളിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഭരണഘടനയെ തൊട്ട് കളിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി കാണിച്ചു കൊടുത്തതാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിന്റെ തിരിച്ചടിയൊക്കെ കണ്ടാണ്. എന്തായാലും രാഷ്ട്രീയം വലിയ തോതിൽ കലുഷിതമായി മാറുകയാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ ഈ സെഷന്റെ അവസാന ദിനത്തിലേക്ക് എത്തുമ്പോൾ അവസാനിക്കാൻ പോകുന്നതിന് തൊട്ട് തലേന്നാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഇന്നലെ ഉണ്ടാവുകയും MP-മാർ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരികയും ഒക്കെ സാഹചര്യം. അതിന്റെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റ് പരിസരത്ത് തുടങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ അല്പസമയം കഴിഞ്ഞ് വീണ്ടും ആ പ്രതിഷേധ പരിപാടി തുടങ്ങുമ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്തും. പാർലമെന്റിലെ ഓരോ മിനിറ്റും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്ക് തത്സമയം തന്നെ നമ്മൾ തിരികെ എത്തുകയും ചെയ്യും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രതീഷ്, നമുക്ക് അർജുനോട് ചോദിക്കാം. അർജുൻ, അതായത് രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ തോതിൽ BJPക്ക് ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് പോലും കാരണമായത്. ഒന്ന്, ഈ പറയുന്ന ഭരണഘടന 3/2 ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയാണെങ്കിൽ ഭരണഘടന മാറ്റിയെഴുതും എന്ന തരത്തിലുള്ള പ്രചാരണം. മറ്റത് ജാതി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയങ്ങളിലേക്കൊക്കെ ഊന്നി നിൽക്കാൻ കഴിയുന്ന തരത്തിൽ അംബേദ്കറിനെ മുൻനിർത്തിയ ഒരു പോരാട്ടത്തിന് ഇന്ത്യ മുന്നണി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും ഭരണപക്ഷം ഇതിനെ നേരിടുക? ഭരണപക്ഷത്തു നിന്നുള്ള തയ്യാറെടുപ്പുകൾ കൂടി എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഭരണപക്ഷവും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ തന്നെയുള്ള വാഗ്വാദങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഗുണ്ടാ വിളയാട്ടം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യ നേതാക്കളുടെ പ്രതിഷേധത്തെ BJP കണക്കാക്കിയിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളില്ല, മറിച്ച് പോലീസ് വലിയ രീതിയിൽ തന്നെ ഈ ഇന്ത്യ സഖ്യ നേതാക്കളെ
സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ അടക്കമാണ് വരുന്നത് ഇവിടേക്ക്. കൂടുതൽ എംപിമാർ വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിനാണ് അല്പസമയത്തിനകം പാർലമെന്റ് പരിസരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നേരത്തെ മാധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടന അംബേദ്കർ പോലുള്ള വിഷയങ്ങൾ ഊന്നിപ്പിടിച്ചായിരുന്നു നേരത്തെ കോൺഗ്രസ് വലിയ തോതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അടക്കം പ്രചരണം നടത്തിയത്. ആ ഭരണഘടനയെ സംബന്ധിച്ച് തന്നെ നടക്കുന്ന ഒരു ചർച്ചയിൽ രാജ്യസഭയ്ക്കകത്ത് അർജുന്റെ ശബ്ദത്തിൽ എന്തോ ചെറിയ തടസ്സമുണ്ട്. പാർലമെന്റിലേക്കുള്ള പ്രതിഷേധം അവിടെ തുടങ്ങാൻ പോകുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാരെത്തുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. രാഹുൽ ഗാന്ധി കൂടി അല്പസമയത്തകം അവിടേക്ക് എത്തിച്ചേരുമെന്നതാണ് അർജുൻ നൽകുന്ന വിവരം. ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ കേരളത്തിലുള്ള എംപിമാരും അവിടേക്ക് ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷെ മുന്നോട്ട് നീങ്ങാൻ, ഈ പ്രതിഷേധത്തിന് മുന്നോട്ട് നീങ്ങാൻ, പാർലമെന്റ് കവാടത്തിലേക്ക് നീങ്ങാനുള്ള അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെ പതിവുമില്ല. സ്വാഭാവികമായും പ്രതിഷേധം പോലീസ് തടയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന, നമുക്ക് കാണാൻ കഴിയും. ആ വിജയ് ചൌക്കിൽ നിൽക്കുമ്പോൾ തന്നെ പാർലമെന്റിന്റെ പുതിയ കെട്ടിടവും പഴയ കെട്ടിടവും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ മേഖല എന്ന് പറയുന്നത് 365 ദിവസവും 144 പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഇടമാണ്. പ്രതിഷേധങ്ങൾ വിലക്കിയിട്ടുള്ള ഇടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം സാധാരണഗതിയിൽ പോകുന്നത്. ഇന്ന് അതിനോട് പോലീസ് എന്ത് നിലപാടെടുക്കും? കഴിഞ്ഞ തവണയൊക്കെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത സമയത്ത് അവിടെ നിന്ന് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കാണ് വിജയ് ചൌക്ക്. അങ്ങനെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ ഇന്നും മാറുമോ എന്നതാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഇനി വരുന്ന നിമിഷങ്ങളിൽ അറിയാനിരിക്കുന്നത്. ഏതായാലും പാർലമെന്റിൽ വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷവും വലിയ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രതിരോധം ഇന്ന് ഏത് തരത്തിലായിരിക്കും? രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ഇന്ന് അവിടെ പാർലമെന്റിൽ അവർ സ്വീകരിക്കുക? സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ആണ് ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ തുടർച്ചയെ സ്വാഭാവികമായി സംഭവിക്കാറ്. അത് തന്നെയാണോ ഇന്നുണ്ടാകാൻ പോകുന്നത്? അതോ മറ്റെന്തെങ്കിലും നാടകീയത അവിടെ ഉണ്ടോ എന്നതാണ് ആകാംക്ഷ. ഏറ്റവും പ്രധാനം ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഈ പറയുന്ന വിവാദങ്ങളിലേക്കൊക്കെ കടന്നു വരാനുള്ള കാരണമായത് എന്നുള്ളതാണ്. ഭരണഘടനയുമായി നടക്കുന്ന ഒരു ചർച്ചയിലാണ് ഭരണഘടനാ ശില്പിക്കെതിരായ പരാമർശം ഉണ്ടായി എന്ന ഒരു വിഷയം പ്രതിപക്ഷത്തിന് കിട്ടുകയും അതിൽ ഒന്നു ചേർന്ന് നിന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുക്കുകയും ചെയ്യുന്നത്. ഇന്നലെ നോക്കൂ രതീഷ്, പാർലമെന്റിന് മുന്നിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയാണ്. പാർലമെന്റ് കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. അതേസമയം തന്നെ ഭരണപക്ഷം ഈ പറയുന്ന പാർലമെന്റ് കെട്ടിടത്തിന് തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് ഇവരെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലം നടക്കുകയാണ്. എവിടെ? ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനങ്ങളുടെ പ്രതിനിധികൾ തമ്മിൽ ബലാബലം നടക്കുകയാണ്, കയ്യാങ്കളി നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പ്രയോഗിച്ചെന്ന ആരോപണം, രാഹുൽ ഗാന്ധിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന തരത്തിലുള്ള ആരോപണം, ഇങ്ങനെ പലതുണ്ടാവുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെ താൻ താഴെ വീണുപോയി ബലപ്രയോഗത്തിൽ എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. ഈ പറയുന്നത് നിസ്സാരക്കാരല്ല. സാധാരണ നിലയിൽ സഭയിലെ പുതുമുഖങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ഇത്തരത്തിൽ ബഹളത്തിലൊക്കെ ഇടപെടുന്നതും അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു വലിയ സംഘർഷാന്തരീക്ഷത്തിന്റെ നടുവിൽ നിൽക്കുക, ഏറ്റവും തലമുതിർന്ന ഭരണപക്ഷത്തെ ഒരു എംപി, മുൻ കേന്ദ്രമന്ത്രി താഴെ വീഴുക, തല അവിടുത്തെ സ്റ്റെപ്പിലിടിക്കുക, 4 സ്റ്റിച്ച് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുക, പ്രതിപക്ഷ നേതാവിനെതിരെ ആക്രമണത്തിന് കേസെടുക്കുക, സഭയ്ക്കുള്ളിൽ സ്പീക്കർക്ക് പരാതി, ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നൽകുക, അതിനിടയിൽ ACC അധ്യക്ഷൻ തന്നെ ഇതാ ഭരണപക്ഷ എംപിമാർ തള്ളി താഴെയിട്ടു എന്ന് പറയുക, എന്ന അംഗങ്ങൾ പരാതി പറയുക. ഈ നിലയ്ക്കാണ് പാർലമെന്റ് സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ബലപ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത്.